മോളെ വിളിക്കാട്ടാ, എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. പോലേട്ടാ. എടാ രവിയെ, എടാ എന്താണ് നിന്റെ കൈക്ക് പറ്റിയേ? അതെ, അടുക്കളയിൽ ചെറുതായിട്ടൊന്ന് വീണതാ. എടാ നീ ഡോക്ടറെ പോയില്ലേ? ചെറിയൊരു ചതവ് മാത്രമേ ഉള്ളൂ. പിന്നെ യാത്ര എങ്ങനെയാ? അതെ, സിംഗപ്പൂർ എയർലൈൻസിനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. 7 മണിക്കൂർ സിംഗപ്പൂര്, 4 മണിക്കൂർ ബാലി. അതിന്റെ ഇടയ്ക്ക് എന്റെ ഒരു ബാഗും പോയി കിട്ടി. അപ്പൊ എങ്ങനെയുണ്ട്? അടിപൊളി. വീട്ടിലെന്താ വിശേഷം? കിട്ടിയ അവസരത്തിനെ ചെറിയൊരു പരിപാടിയായിട്ട് നിശ്ചയം കഴിഞ്ഞു. ഇനി 1 വർഷം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാനുള്ള പരിപാടി. ഒരു ഐഫോൺ വാങ്ങിച്ചു കൊടുത്തു. 1 വർഷം സൊള്ളാലോ. ആ ശരിയാ, അതിന്റെ സുഖം വേറെ. എടാ നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. നടക്കട്ടെ. ആ മോളെ, ഇനി വിളിച്ചോട്ടാ, ഞാൻ ഫ്രീ ആയിട്ടാ. ഹസ്ബൻഡ് പോയാ? സാറേ, കേരളീയൻ പരിപ്പുവട, കേരളീയൻ പഴംപൊരി, ഇത് രണ്ടും നമ്മൾ ഉദ്ദേശിച്ച പോലെ പോകുന്നുണ്ട്. പക്ഷെ കമ്പനി മനോ, 2 പേര് കാണാൻ വന്നിട്ടുണ്ട്. ആ, വരാൻ പറയൂ. ശരി. അമ്മേ, ഹലോ. 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 ഇരിക്കി. ഇങ്ങോട്ട് ചേർന്നിരുന്നോ? രവി. നവ്യ. മിയ. അജാസ്. ഹായ്. ഇത് മനു, എന്റെ സിസ്റ്ററാണേ. ഇവിടെ ജോലിക്ക് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാ. സോറി, ഇവിടെ മലയാളികളല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ക്വാളിഫിക്കേഷൻ അല്ലേ നോക്കണ്ടേ? അയ്യോ, രണ്ടുപേരും ശബ്ദം ഒരുപോലെ ഉണ്ടല്ലോ. ശരിയല്ലേ? ഒരുപോലെ ഇല്ലേ? രവി 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 പുറത്തോ? അല്ല, ഒരു ഇന്റർവ്യൂ. രവി പുറത്തു പോയി നിൽക്കൂ. മിസ്റ്റർ, ഞാൻ താനും പുറത്തോ? പുറത്തു പോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനുവാണ് നോക്കുന്നത്. ഗോഡൗണിലെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കുന്നത്. യു കണ്ടിന്യൂ. പോട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. കുട്ടി, തുറന്നു പറയാലോ, തന്റെ ചേച്ചിയും ഞാനും ചേരില്ല. ഫുൾ നെഗറ്റിവിറ്റിയാ. ചേച്ചിയുടെ മാരേജ് പ്രപ്പോസലിലല്ലല്ലോ വന്നത്, എന്റെ ജോലിക്കല്ലേ. സർ, അന്ന് ഞാൻ അങ്ങനെ പെരുമാറുന്നതിൽ എന്നോട് ക്ഷമിക്കണം. ഇവിടെ ജീവിക്കുമ്പോൾ ഇങ്ങനെ ചില മുഖംമൂടികൾ വെക്കേണ്ടതായിട്ട് വരും, അതുകൊണ്ടാ. ശരിക്കും സോറി. ഇറ്റ്സ് ഓക്കെ. സാർ ഇത്രയും വലിയ ആളാണെന്ന് അറിഞ്ഞിരുന്നില്ല, സോറി. ഇത് ഓഫീസ് മാത്രമാണ്, പിന്നെ ഗോഡൗൺ ഉണ്ട്. അവിടെ ഒരു 19 സ്റ്റാഫുകളുണ്ട്. ഞങ്ങളുടെ ഈ ബ്രാൻഡിന്റെ മെയിൻ ഉദ്ദേശം എന്താന്ന് അറിയോ? ഇല്ല. കേരളീയ വസ്ത്രം, ഭക്ഷണം, സംസ്കാരം, ഇതെല്ലാം മലയാളികൾക്കപ്പുറം ഇവിടെയുള്ള ഓസ്ട്രേലിയൻസിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇപ്പൊ തന്നെ കണ്ടില്ലേ ആൽബക്കാടി മുണ്ടൊക്കെ എടുത്ത് വരുന്നത്? ഇതൊക്കെയാണ് ഉദ്ദേശം. പക്ഷെ ഇവന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അയ്യോ, അതല്ല സാറ് നാടകവും സംവിധാനമൊക്കെ ചെയ്യുന്ന പിന്നെ അറിഞ്ഞേ. ഓ, അങ്ങനെ. സാർ, എന്റെ ചേച്ചി ആർട്ടിസ്റ്റാണ്. ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ആരും കാണാത്ത നാടകത്തെ കുറിച്ച് പറയാം. എന്താ? ചെങ്ങായി ഇന്ത്യയിലൊരു പ്രധാന നഗരത്തിൽ
അന്ധന്മാർ നടത്തുന്ന ഒരു ഹോട്ടലുണ്ട്. കണ്ണാണ തന്തമാരോ? അതെവിടെ? എനിക്കറിയോ എവിടെ? അതിനിവിടെ പ്രസക്തി ഇല്ല. സോറി. ഓക്കെ, മൈസൂരോ ബാംഗ്ലൂരോ അങ്ങനെ എവിടെയാണ് ഒരു പത്രത്തില് വായിച്ച ആ. അവിടെ സപ്ലയറും കാഷ്യറും എല്ലാവരും അന്ധന്മാരാണ്. അകത്ത് വെളിച്ചമില്ല. നമ്മൾ അകത്തോട്ട് പോയാ ഒന്നും കാണാൻ പറ്റില്ല. അന്ധകാരം. അയ്യോ, അപ്പൊ വെളിച്ചില്ലാണ്ട് നമ്മളെങ്ങനെ ഭക്ഷണം കഴിക്കും? ആ, നമ്മളെ ഒരാൾ പിടിച്ച് അകത്തോട്ട് കൊണ്ടുപോകും. ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ നമുക്ക് തരും. അത് കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മളെ പുറത്തേക്ക് കൊണ്ടുവന്ന ആളും അന്ധനാണ്. മനസ്സിലായ? എന്താലേ. ഈ ഒരു ആശയത്തിൽ നിന്നാണ് എനിക്ക് പ്രചോദനം ഉണ്ടായത്. ഓ, ലോകത്തിൽ ആരും കാണാത്ത ആ നാടകം. മോനെ, അടിപൊളി. ഇതൊക്കെ നേരത്തെ പറയണ്ടേ, എന്നാലേ ആൾക്കാർ നമ്മളെ കൂടെ നിൽക്കുള്ളൂ. ഇത് നമുക്ക് എന്തായാലും പൊളിക്കണം. കേട്ടോടത്തോളം നല്ലൊരാശയ. പക്ഷെ നമ്മൾ ഈ കണ്ണു കാണാത്തവരെ വെച്ച് എങ്ങനെ നാടകം ചെയ്യും? പറഞ്ഞുതരാം. നമ്മളെല്ലാവരും കൂടെ ഇതൊരു സ്ഥലത്തിരുന്ന് പഠിക്കുന്നു. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് ഇത് അവതരിപ്പിക്കാൻ വേണ്ടി കാറിൽ പോകുന്നു. ബാക്കിൽ നമ്മളെ വാനും. വാനോ? സ്റ്റേജ് പ്രോപ്പർട്ടീസ്, രംഗപടം, സുജാതൻ. അത്ര വലിയ കോമഡി ഞാൻ പറഞ്ഞു. സോറി. ഓക്കെ. തന്റെ ചിരിയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? എന്താ മോശാണോ? അങ്ങനല്ല, ആ, എഴുത്തുകാരോ സിനിമ പാട്ടുകാരോ അങ്ങനെ ആരെങ്കിലും ചിരിയെ കുറിച്ച്? ഒരു ചിരി കണ്ടാൽ ഇത് മതി എന്ന ആ ഒരു ഗാനുണ്ടല്ലോ, തന്റെ ചിരി കണ്ട് എഴുതിയതാണോ? ഭൂമി വളർന്നാണ്ട് പോയാ മതി. സാർ, ഇവളുടെ ജോലിക്കാര്യം. ആ, തൽക്കാലം നമുക്ക് പിരിയാം. പോവാം പോവാം. സാറേ, പറയുന്നോണ്ടൊന്നും തോന്നരുത്. നിങ്ങൾ ലോക തോൽവിയാട്ടോ. നിങ്ങൾക്കൊന്നും പുഷ്പിക്കാൻ അറിയില്ലാന്ന്. കഥകളിലെ ഷർട്ട് ഇട്ട് വന്നിക്ക. അതെ, ഞങ്ങള് വന്ന നാടകം കാണാനാ, അല്ലാതെ പ്രസംഗം കേൾക്കാനല്ല. മിയ, ഒന്നുകൂടി നോക്കാം. കുറച്ചുകൂടി സൗണ്ട്. അതെ, ഞങ്ങൾ വന്നത് നിങ്ങളുടെ നാടകം കാണാനാ, അല്ലാതെ ഈ പ്രസംഗം കേൾക്കാനല്ല. ഓക്കെ, ഗുഡ്. മനു, അതൊക്കെ അല്ലേ? സ്റ്റൈലിന് ആളെ മാറ്റാം. ആളെ മാറ്റാനോ? എടോ, ഇയാള് പെർഫെക്റ്റ് അല്ലേ? മാച്ച് ചെയ്യുന്ന സൗണ്ട് എന്ന് മാത്രമല്ല, എന്റെ ക്യാരക്ടറും ആ വോയിസിലുണ്ട്. അടിപൊളി, ഹാപ്പി. മിയ, സമാധാനിച്ചോ? മനുവിന് ഇഷ്ടായി.